കുറേ പുതിയ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കോട്സ് കമ്പോണൻറ്റ് എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ ലോക്കൽ മാർക്കറ്റിലും ബാക്കി 2-3 സൈറ്റിലും വെച്ച് കമ്പയറൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം അങ്ങനെ കമ്പയർ ചെയ്ത് വാങ്ങിച്ചപ്പം നല്ല ലാഭത്തിന് ഈ സൈറ്റിൽ നിന്നാണ് കിട്ടിയത്. അപ്പം ഈ സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ. ഞാൻ പല സൈറ്റിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. H&H കാർട്ട്, robu.in. ഓരോ ചില സാധനങ്ങൾക്ക് robu.inലാണ് ലാഭം, ചില സാധനങ്ങൾക്ക് H&H കാർട്ടിലാണ് ലാഭം. അപ്പം അങ്ങനെ പലതും ഞാൻ വാങ്ങിക്കാറുണ്ട്. ചിലത് ലോക്കൽ മാർക്കറ്റിലാണ് ലാഭം. ഇത് DC ജാക്കും സോക്കറ്റാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു DC സോക്കറ്റാണ്. ഞാൻ വൈഫൈ മോഡത്തിൻ്റെ ഒരു UPS ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ പവർ ബാങ്ക് ഉണ്ട്, വൈഫൈ മോഡത്തിൻ്റെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ UPS ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പക്ഷേ സോളിഡായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ് ഈ DC സോക്കറ്റും ജാക്കും. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ലോക്കൽ മാർക്കറ്റിൽ ഈ സാധനത്തിന് നമ്മൾ വിചാരിച്ചതിനേക്കാൾ വില കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ ഉണ്ടാക്കുമ്പം അതിന് ഒരു ട്രാൻസ്ഫോമറിൻ്റെ അത്യാവശ്യമുണ്ട്, ചിലതിനില്ല. അപ്പോൾ എൻ്റെ 7.50 7.5 2 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ 12 1 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമർ വാങ്ങിച്ചത്. പിന്നെ ഇത് SMPS വാങ്ങിക്കാമെന്ന് പറഞ്ഞാണ് ഇരുന്നത്. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് ട്രാൻസ്ഫോമറായിട്ട് വാങ്ങിക്കാം. അപ്പം തുടക്കക്കാർക്ക് SMPSനേക്കാൾ നല്ലത് ട്രാൻസ്ഫോമർ വെച്ചുള്ള പവർ സപ്ലൈസ് ഉണ്ടാക്കുന്നതാണ്. ഇത് സിലിക്കൺ വയറാണ്. സിലിക്കൺ വയറിൻ്റെ പ്രത്യേകത നല്ല ചുട്ട് പഴുത്ത് ഇരുന്നാലും ഇത് ഉരുകിയൊന്നും പോകില്ല. പണ്ടത്തെ ടെഫ്ലോൺ വയറില്ല, അതുപോലത്തെ സാധനം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചൂടുള്ള എൻവയോൺമെൻറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു അബദ്ധം പറ്റി വാങ്ങിച്ചതാണ്. കട്ടി ഉണ്ടെന്ന് പറഞ്ഞ് വാങ്ങിച്ചത് കട്ടിയില്ല. വളരെ ബെൽറ്റ് വയറിൻ്റെ ഒരു വയറിൻ്റെ കട്ടിയേ ഉള്ളൂ. പിന്നെ ഇത് DC സ്റ്റെപ്പ് ഡൗൺ ബക്ക് കൺവെർട്ടറാണ്. 3 ആംപിയർ എന്നൊക്കെ എഴുതിയിരിക്കണമെങ്കിൽ മാക്സിമം 2 ആംപിയർ വരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇത് മാക്സിമം 32 വോൾട്ടേജ് വരെ കൊടുക്കാം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് 30 വോൾട്ട് 1.25 to 30 വോൾട്ടേജ് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ലീനിയർ വോൾട്ടേജ് റെഗുലേറ്ററായ 78 സീരീസിനേക്കാളും 7812 അങ്ങനെയൊക്കെയുള്ള സീരീസിനേക്കാളും എഫിഷ്യൻസി കൂടുതലാണ് ഈ സാധനം. പിന്നെ അടുത്തത് ഇതെന്ന് വെച്ചാൽ DC സ്റ്റെപ്പ് അപ്പ് മോഡ്യൂളാണ്. ബക്ക് കൺവെർട്ടർ പോലെ ഇത് സ്റ്റെപ്പ് അപ്പ് മോഡ്യൂളാണ്. ഇത് 3 ആംപിയർ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ചെറുതാണ്. അതായത് ബൂസ്റ്റർ മോഡ്യൂൾ നമ്മൾ പറയൂലേ, അതായത് നമ്മളൊരു വോൾട്ടേജ് 12 വോൾട്ടേജ് കൊടുത്താൽ എനിക്ക് 32 വോൾട്ടേജ് വരെ വേണമെങ്കിൽ ഇത് ഉപയോഗിച്ച് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പം ഇതിനാവശ്യമുള്ള ഇൻപുട്ട് കറണ്ട് കൂടെ കൊടുക്കണം. കറണ്ട് കൂടെ എടുത്തിട്ടാണ് ഇവ ബൂസ്റ്റ് ചെയ്ത് വോൾട്ടേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് BMS ആണ്, 12 വോൾട്ട് BMS ആണ്. അതായത് 3S BMS ആണ്, 10 ആംപിയറിൻ്റെത്. പിന്നെ ഇത് 18650 ലിത്തിയം അയോൺ ബാറ്ററിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന BMS ആണ്. മാക്സിമം 10 ആംപിയർ വരെ യൂസ് ചെയ്യാം. അതായത് 10 ആംപിയർ ഉള്ള ഒരു ബാറ്ററി പാക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇത് സെയിം സാധനം 3S 20 ആംപിയർ ഉണ്ടെന്നേ ഉള്ളൂ. ലിത്തിയം അയോൺ BMS തന്നെയാണ്. 20 ആംപിയർ വരെ നിങ്ങൾക്ക്, അതായത് 20 ആംപിയർ ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ ഈ സാധനം ബെസ്റ്റാണ്. ഞാൻ 10 ആംപിയർ 20 ആംപിയർ ബാറ്ററി പാക്ക് ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് ഔട്ട്പുട്ടിൽ നമുക്ക് 10 ആംപിയർ അല്ലെങ്കിൽ 20 ആംപിയർ വലിക്കാമെന്നാണ്. ബാറ്ററിയുടെ ആംപിയർ എത്ര വേണമെങ്കിലും ആവാം. ഇത് 0 to 100 വോൾട്ട് 10 ആംപിയർ മാക്സിമം മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു വോൾട്ട് മീറ്ററും കറണ്ട് മീറ്ററുമാണ്. ആ മീറ്ററും വേരിയബിൾ പവർ സപ്ലൈയിൽ ഇത് യൂസ് ചെയ്യാം. ഇത് 0 to 32 വോൾട്ട് 10 ആംപിയറിൻ്റെ DC സ്റ്റെപ്പ് ഡൗൺ ബക്ക് മോഡ്യൂളാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഒരു വേരിയബിൾ പവർ സപ്ലൈ ഉണ്ടാക്കണമെങ്കിൽ ഇവൻ യൂസ് ചെയ്യാം. ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനൊക്കെ ഉള്ളൊരു സാധനമാണ്. കറണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം, വോൾട്ടേജും അഡ്ജസ്റ്റ് ചെയ്യാം. ആ സെയിം സാധനത്തിൻ്റെ 20 ആംപിയർ റേറ്റിങ്ങിലുള്ളതാണ്. പക്ഷേ ഇതിന് വോൾട്ടേജ് ഒരല്പം കുറവാണ്. ഇത് എനിക്ക് കൃത്യമായിട്ട് എത്രയെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. ഇവർ അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും എഴുതിയിട്ടില്ല. രണ്ടും 300 വാട്ട്സ് ആണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് DC ബൂസ്റ്റർ മോഡ്യൂളാണ്. 150 വാട്ടിൻ്റെ, അതായത് ഔട്ട്പുട്ട് 6 ആംപിയർ വരെ വലിക്കാൻ പറ്റും. അതായത് 12 വോൾട്ട് കൊടുത്തിട്ട് എനിക്ക് വേണമെങ്കിൽ 32 വോൾട്ടേജ് വരെ വലിക്കാൻ പറ്റും ഇതിൽ നിന്ന്. ഇതൊരു കുഞ്ഞ് LED ആണ്, വൈറ്റ് കളറിൻ്റെ. ഇത് സോൾഡർ ഒന്നും ചെയ്യേണ്ട, 2 വോൾട്ട് ഇട്ട് മുറുക്കാൻ പറ്റുന്നത്. ഞാൻ ഇത് ഒരെണ്ണേ വാങ്ങിച്ചോളൂ, ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് വാങ്ങിച്ചതാണ്. ഇത്രയും സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഔട്ട്രോ ഒന്നും പറയുന്നില്ല കേട്ടോ.